ആസിഫിക്ക അതുപോലെ ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പൊ കരിയറിൽ ഏറ്റവും നല്ല രീതിയിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് നല്ല നല്ല കഥാപാത്രങ്ങൾ കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് ആസിഫിക്ക ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ നമുക്ക് എവിടെയോ കണ്ടിട്ടുള്ള എവിടെയോ കേട്ടിട്ടുള്ള ഒരാൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇച്ചിലൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞിടെ ഇറങ്ങിയ സർക്കിട്ട് എന്ന സിനിമയിലെ കഥാപാത്രം നല്ല റെസ്പോൺസിബിൾ ആണോ, പക്ഷെ തിയേറ്ററിൽ അത്രയും ആളുകൾ കയറുന്നില്ല. എപ്പോഴെങ്കിലും അങ്ങനെ നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പോൾ ആളുകൾ ചില പെർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകളായതുകൊണ്ടായിരിക്കാം. നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നല്ല സിനിമകൾ ചെയ്യാം. വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം. എനിക്ക് ശരിക്കും എനിക്കെന്നല്ല ഒരു ആക്ടറിന് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തത് എന്നുള്ളത്. അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ഇപ്പൊ അതേപോലെ നിൽക്കുമ്പോൾ നമ്മളിപ്പോ കരിയറിൽ നല്ല പീരീഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ആണ്. ഇന്ന കഥാപാത്രങ്ങൾ കണ്ട് ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ പറയുമായിരിക്കാം, ചേട്ടാ ആ പോലത്തെ കഥാപാത്രങ്ങൾ ഇനി ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ ഇനി വരുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ടൈം പീരീഡ് അല്ലെ ടൈം ലോക്കിൽ നിൽക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആ ക്യാരക്ടറിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഒരു കഥാപാത്രം വന്നിരുന്നെങ്കിൽ എന്നായിരിക്കുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും. അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. So honored. Thank you. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതിന്റെയൊക്കെ ക്രെഡിറ്റ്സ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എന്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.